നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ പല സമയങ്ങളിലായിട്ട് സ്ത്രീകൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അസ്ഥി ഉരുക്കം, അല്ലെങ്കിൽ ഒത്തിരി വൈറ്റ് ഡിസ്ചാർജ് പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ സ്മെല്ലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നമ്മുടെ ഒപിയിൽ കാണിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാ ഡിസ്ചാർജുകളും പ്രശ്നമുള്ളതാണോ, ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടത്, ഏതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത് വെള്ളപ്പൊക്കം. യൂഷ്വലി നമ്മൾ വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിടെ നിന്നാണ് ഈ ഡിസ്ചാർജ് വരുന്നത്? മെയിൻ ആയിട്ട് വെജൈനൽ ഭാഗത്ത് നമുക്ക് ഒത്തിരി അധികം ഗ്രന്ഥികൾ, ഗ്ലാൻസ് ഉണ്ട്. അപ്പൊ ഈ ഗ്ലാൻസ് ആണ് ഈ സെക്രീഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സെക്രീഷൻസ് ആണ് നമ്മൾ വെജൈനൽ ഡിസ്ചാർജ് ആയിട്ട് കാണുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെജൈനൽ ഡിസ്ചാർജ്? ഇത് പ്രശ്നമുള്ളതാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വജൈനയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് മെയിൻ ആയിട്ട് വജൈനയെ നമുക്ക് ക്ലീൻ ആയിട്ട് വെക്കാനും, അതുപോലെ തന്നെ വജൈനയ്ക്ക് എപ്പോഴും ഒരു അസിഡിക് pH ആണ്. അപ്പോൾ ആ അസിഡിക് pH ആണ് വജൈനയെ ബാക്കിയുള്ള അണുബാധകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സെക്രീഷൻസ് അത്യാവശ്യമാണ്. അപ്പൊ ഇൻഫെക്ഷൻസ് നിന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നതും, അതുപോലെ തന്നെ ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതും, വജൈന ക്ലീൻ ആയിട്ട് വെക്കുന്നതും, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മോയിസ്റ്റ് ആയിട്ട് വെക്കുന്നതും എല്ലാം ഈ വെജൈനൽ സെക്രീഷൻസ് ആണ്. അപ്പൊ ഈ വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോ നോർമലി ഉള്ളൊരു സംഗതി എപ്പോഴാണ് പ്രശ്നക്കാരനായിട്ട് മാറുന്നത്? കാരണം നോർമലി തന്നെ കുറച്ച് വെജൈനൽ ഡിസ്ചാർജിലെ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അത് പല കാരണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന്, പ്രായം അനുസരിച്ച്. അതായത് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഏജിൽ കുറച്ചുകൂടി സെക്രീഷൻസ് ഉണ്ടാവും. മാസക്കുളിയൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും സെക്രീഷൻസിന്റെ അളവ് കുറയും. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും സെക്രീഷൻസിൽ കുറച്ച് ചേഞ്ചസ് വരും. ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതുപോലെ ചിലർ ഗർഭനിരോധന ഗുളികകൾ കഴിക്കും. അപ്പോൾ ആ ഗുളികളുടെ ഇഫക്റ്റിൽ ചിലപ്പോൾ ഡിസ്ചാർജിന് ചേഞ്ചസ് വരാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. പക്ഷേ ഇത് പ്രശ്നക്കാരനായി മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അളവ് ഒത്തിരി കൂടുകയാണെന്ന് വിചാരിക്കുക. നോർമലി ഉള്ള ഡിസ്ചാർജ് അല്ല, നന്നായിട്ട് പാൻറ്റീസ് നനയുന്ന രീതിയിൽ ഡിസ്ചാർജ് വരുന്നു. അത് ഒരിക്കലും നോർമൽ അല്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് വരുന്നതിന്റെ കൂട്ടത്തിൽ ആ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്. അതൊരിക്കലും നോർമൽ അല്ല. പിന്നെ ഡിസ്ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചീത്ത സ്മെല്ല് തോന്നുന്നുണ്ട്. ഒരു നോർമൽ സ്മെല്ലല്ല, ഒരു ഫൗൾ സ്മെല്ല് തോന്നുന്നുണ്ട്. അത് എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണമായിരിക്കും. ചിലർക്ക് ഡിസ്ചാർജിന്റെ കൂടെ തന്നെ ചെറിയ കുരുക്കൾ പോലെ ആ വജൈനയുടെ ഭാഗത്ത് വരാം. അപ്പൊ അങ്ങനെ വരുന്നതും എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള സംഗതിയല്ല. വളരെ റെയർ ആയിട്ട് ഈ ഡിസ്ചാർജില് ബ്ലഡ് സ്റ്റെയിനിങ് കാണാറുണ്ട്. ബ്ലഡ് സ്റ്റെയിനിങ് കാണുന്നതും ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. ബ്ലഡ് സ്റ്റെയിനിങ് പോലെ തന്നെ മറ്റുള്ള ചില കളറിൽ കാണും. ചിലത് ക്രീം കളറിൽ, ചിലത് യെല്ലോ കളറിൽ, ചിലത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ, അങ്ങനെയൊക്കെ കളർ വ്യത്യാസത്തിൽ കാണുന്നതും ഒരിക്കലും നോർമൽ അല്ല. നോർമലി ഉള്ള വെജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഫ്ലൂയിഡ് പോലെ ആയിരിക്കും. ചെറിയൊരു വൈറ്റ് കളറേ കാണുള്ളൂ. യൂഷ്വലി നമ്മുടെ മാസക്കുളിയുടെ ഓവുലേഷൻ സമയത്തൊക്കെ ആയിരിക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള പ്ലെയിൻ വൈറ്റ് കളർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ആ ഓവുലേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു തിക്കാവും, കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കാവും എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഒരു നോർമൽ പാറ്റേൺ ചേഞ്ചില്. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് ഒക്കെ അതല്ലാതെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചൊറിച്ചിലോട് കൂടി തൈര് പോലെ ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഫംഗൽ ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നിറവ്യത്യാസം, ക്രീം കളർ, യെല്ലോ കളർ, അങ്ങനത്തെ നിറവ്യത്യാസം, അതുപോലെ തന്നെ സ്മെല്ലിലുള്ള വ്യത്യാസം, അതൊക്കെ കൂടുതലും ബാക്ടീരിയൽ അണുബാധ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവാറ്. പിന്നെ ചെറിയ കുരുക്കൾ പോലെ ആ ഭാഗത്ത് വരുന്നത് വൈറൽ ഇൻഫെക്ഷന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും നോർമൽ പ്രോസസ്സിൽ നിന്നുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ചേഞ്ചസ് കുറച്ചധികം നാളിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും അത്രയും തന്നെ കോംപ്ലിക്കേറ്റഡ് ആവും. ഉള്ളിലേക്കൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസിന്റെ സൈഡിലെ ട്യൂബുകളെയൊക്കെ ബാധിക്കാനും അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ കാരണമായി മാറും.
അപ്പോൾ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക, എത്രയും നേരത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്, അത് വളരെ റയർലി കാണുന്നതാണ്. രക്തം കലർന്ന് പോകുന്ന ഡിസ്ചാർജ് ആണ്. അപ്പോൾ അത് യൂഷ്വലി ചത പോലെ എന്തെങ്കിലും, യൂട്രസിന്റെ താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭാഗത്ത് എന്തെങ്കിലും ചത പോലെ വളരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ബ്ലഡ് സ്റ്റെയിനിങ് ഉണ്ടാക്കും. അതുപോലെ വളരെ റയർ ആയിട്ട് പ്രീ ക്യാൻസറസ് കണ്ടീഷൻ നമ്മൾ പറയാം, അതായത് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള കണ്ടീഷനിലും സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണമായിട്ടും ഇങ്ങനത്തെ ബ്ലഡ് സ്റ്റെയിനിങ് ഡിസ്ചാർജ് നമ്മൾ കാണാറുണ്ട്. ബ്ലഡ് സ്റ്റെയിനിങ് പോലെ തന്നെ ഫൗൾ സ്മെല്ലുള്ള ഡിസ്ചാർജും ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ളവരിൽ, പ്രത്യേകിച്ചും മാസക്കുളിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ളവരിൽ വരികയാണെങ്കിൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാവാം. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ചിലപ്പോൾ അതൊരു ക്യാൻസറിന്റെ ഡിറ്റക്ഷന് തന്നെ വഴിവെച്ചേക്കാം. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യുക. ഏറ്റവും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കി തീർച്ചയായിട്ടും അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ ഈ കാര്യം പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ, ആ ഭാഗത്തുള്ള ഹൈജീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടുള്ള 5 ടിപ്സ് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കഴിയുന്നതും അവിടുത്തെ ഹെയർ ഷേവ് ചെയ്യാതിരിക്കുക. ഹെയർ ട്രിം ചെയ്യോ കട്ട് ചെയ്യോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഷേവ് ചെയ്യുമ്പോഴത്തേനും ചെറിയ മുറിവുകൾ വരാനും അതുവഴി ഇൻഫെക്ഷൻ വരാനും സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് അവിടെ ഒത്തിരി ചൂടുവെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം കൂടുതൽ ഡ്രൈ ആവാനും ഇൻഫെക്ഷൻ പ്രോൺ ആവാനും, അതായത് കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും റൂം ടെമ്പറേച്ചറുള്ള വെള്ളം വെച്ച് ആ ഭാഗം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് ഹൈജീന്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അണ്ടർഗാർമെന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ 100% കോട്ടൺ ആയിട്ടുള്ള അണ്ടർഗാർമെന്റ്സ് ചൂസ് ചെയ്യുക. അത് തന്നെ കഴിയുന്നതും സോപ്പിട്ടോ അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഇട്ടോ വാഷ് ചെയ്തതിന് ശേഷം വെയിലത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണക്കി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഭാഗത്ത് ഒത്തിരി ഈർപ്പം കോണ്ടാക്ട് വന്നാലും നമുക്ക് അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലർക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഓവർ വൃത്തിയുടെ പ്രശ്നമാണ്. ഓവർ വൃത്തി എന്ന് ഞാൻ പറയുന്നില്ല, ആ ഭാഗം ഒത്തിരി തവണ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നാച്ചുറൽ പ്രൊട്ടക്ഷൻ അങ്ങ് പോകും. അപ്പോഴും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതിൽ കൂടുതൽ തവണ നമ്മൾ ടോയ്ലറ്റിൽ പോവുമല്ലോ, അപ്പോൾ ഓരോ തവണയും പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഒരു കോട്ടൺ ടവലോ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം മാത്രം അണ്ടർഗാർമെന്റ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇൻഫെക്ഷൻ പ്രോൺ ആവാനുള്ള ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധിക്കുക. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ ഇതുപോലുള്ള ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നോട്ട് ചെയ്ത് കൃത്യസമയത്ത് തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും വരാറുണ്ട് ഒത്തിരി ഡിസ്ചാർജ് ആണെന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നോർമൽ ഡിസ്ചാർജ് ആയിരിക്കും. ചിലർ വേറെ എന്തെങ്കിലും കാരണവശാലായിരിക്കും വരുന്നത്. ഇപ്പൊ വയറുവേദനയോ, കാരണം യൂഷ്വലി ഒത്തിരി ഡിസ്ചാർജ് പോയി ഇൻഫെക്ഷൻ ലക്ഷണമൊക്കെ വരുമ്പോൾ വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴായിരിക്കും ഒത്തിരി ഡിസ്ചാർജ് ഉള്ളതും ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ അവർ നോട്ട് ചെയ്യത്ത് പോലും ഇല്ല. അപ്പൊ അങ്ങനെ 2 എക്സ്ട്രീമിലുള്ള ആൾക്കാരാണ് നമ്മൾ പൊതുവേ ഇതിനു വേണ്ടി ചികിത്സയ്ക്ക് വരാറ്. അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വജൈനൽ ഹൈജീന്റെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻഫെക്ഷൻ്റെതായിട്ടുള്ള ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റിൽ ഈ ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഗൈനക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.